സീറ്റിലിരിക്കുന്ന ഈ മുല്ലപ്പൂ കണ്ടിട്ടാണോ മാഡം പാമ്പെന്ന് പറഞ്ഞ് നിലവിളിച്ചത്? എല്ലാരെയും പേടിപ്പിക്കുന്ന മാഡം ഒരു മുല്ലപ്പൂ കണ്ട് ഇത്രയും പേടിച്ചു പോയോ? അപ്പൊ മാഡത്തിന്റെ ധൈര്യം എന്ന് പറഞ്ഞ ഇത്രേ ഉള്ളല്ലേ? ബാക്കിയെല്ലാം ഷോ ആണല്ലേ? മാഡം, മാഡത്തിന്റെ മുല്ലപ്പൂ ഇതാ പെൺകുട്ടി കൊണ്ടുവന്ന മുല്ലപ്പൂ അല്ലേ? ഇത് ഞാൻ റോഡിൽ വലിച്ചെറിഞ്ഞതാണല്ലോ. ഇതെങ്ങനെ എന്റെ കാറിൽ വന്നു? അവള് തനിച്ചടുക്കളയിൽ കിടന്ന് പൂണ്ട് വിളയാടുകയാണല്ലോ മോളെ. 2 ബാഗ് നിറ പച്ചക്കറികളാ വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്നത്. ഇന്ന് അവള് മൊത്തത്തിൽ വിരുന്നുകാരെ കയ്യിലെടുക്കാനുള്ള പരിപാടിയാണ്. ഇത് അങ്ങനെ അങ്ങ് വിട്ടാ പറ്റില്ലല്ലോ. എന്തെങ്കിലും ഒരു പണി കൊടുക്കണല്ലോ അവക്ക്. ഒരു പണി കൊടുക്കണമെന്ന് ഞാൻ ഇപ്പൊ ആലോചിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും അമ്മ അത് പറഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും അമ്മയെ നമുക്ക്? എടി, എനിക്ക് വയ്യ ഈ നേരത്ത് വെയിലത്ത് വരാൻ. ഉച്ച കഴിഞ്ഞ് വെയിലൊന്ന് താഴ്ന്നിട്ട് പോവാം മോളെ. എവിടെ പോവാന്ന്? ആ ബ്ലൗസിന്റെ തുണി തയ്ക്കാൻ കൊടുക്കുന്ന കാര്യമല്ലേ നീ പറഞ്ഞത്? അതെ, ആ സുനിതയുടെ തയ്യക്കട തുറന്നിരിക്കുന്നതായിട്ട് വല്ലതും കണ്ടായിരുന്നോ റോഡിലോട്ട് പോയപ്പോ? ഞങ്ങൾക്കേ കുറച്ച് തുണികൾ തയ്ക്കാൻ കൊടുക്കാനുണ്ടായിരുന്നു. അത് തുറന്നിട്ടില്ലെങ്കിൽ വെറുതെ അവിടം വരെ പോകണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ശരീരവനങ്ങാതെ മുഴുവൻ സമയം വിശ്രമിക്കല്ലേ, ഒന്ന് പോയി നോക്കിട്ട് വാ. ഒരു നടത്തം നല്ലതാ, അത്രയും കൊഴുപ്പ് കുറഞ്ഞിരിക്കുമല്ലോ. ആ, അടുക്കളയിൽ നല്ല പണിയിലാണെന്ന് തോന്നുന്നല്ലോ. വരുന്നേരം വീട്ടുകാരെല്ലാരും കൂടി 10-20 ആളുകളുണ്ടല്ലോ, അതിന്റെ ഒരു തിരക്ക. കൂടുതൽ ആളുകൾക്ക് വെച്ച് വിളമ്പുന്നതും ഒരു സന്തോഷം തന്നെയല്ലേ ബാലമ്മേ? അതെ, സഹായം വല്ലതും വേണമെങ്കിൽ പറഞ്ഞോണം. മലപ്പുറത്ത് സ്കൂളിൽ ജോലിയായിരുന്ന സമയത്ത് തനിച്ച് പാചകം ചെയ്ത് കഴിച്ച് നല്ല മുൻപരിചയമുണ്ട്. തൽക്കാലം ഇത് എന്റെ കൈക്ക് ഒതുങ്ങാവുന്നതേ ഉള്ളൂ. ബാലമാമൻ പഴയ കൂട്ടുകാരനോടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കെ. അല്ല, ഇന്നെന്താ സ്പെഷ്യൽ ഉണ്ടാക്കുന്നത്? നമ്മുടെ വിരുന്നുകാര് 4 പേരും വെജിറ്റേറിയൻ ആണല്ലോ. പോരാത്തതിന് ദ്രൗപദി മുത്തശ്ശി വ്രതത്തിലും. അപ്പൊ പിന്നെ വെജിറ്റേറിയൻ ഭക്ഷണമല്ലേ ഉണ്ടാക്കാൻ പറ്റൂ. വെജിറ്റേറിയൻ ആണെങ്കിൽ പോലും ചാരുമോളുടെ കൈപുണ്യത്തിലുള്ള ഒരു ഐറ്റം ഉണ്ടല്ലോ, നല്ല അസല് സാമ്പാർ. ഒരൈറ്റം അതാകായിരുന്നു. അത് പിന്നെ വേണ്ടെന്ന് വെക്കോ ബാലമാമേ? അടുപ്പിലുള്ള കഷ്ണങ്ങളൊക്കെ വെന്തു തുടങ്ങി. ഒട്ടും വൈകാതെ തന്നെ മണം വരും. ആ, അപ്പൊ പിന്നെ ഇന്നത്തെ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞ പൊളിച്ചു എന്ന് തന്നെ പറയാം.
മോളിലെ സാമ്പാർ കൂട്ടിയിട്ട് ഇന്ന് പരമേശ്വരൻ പറയും, എടാ ബാല, ഇതുപോലൊരു മരുമകളെ കിട്ടിയ നീ ഭാഗ്യവാനാണെന്ന്. അത് ശരി. അപ്പൊ ഞാൻ സാമ്പാർ ഉണ്ടാക്കി തരുന്ന കാര്യത്തിൽ മാത്രമേ ബാലമാമിക്ക് ഭാഗ്യവാനാവുന്നുള്ളൂ. നിന്നെ എനിക്ക് കിട്ടിയത് തന്നെ എന്റെ ഭാഗ്യമല്ലടി മോളെ. അത് മതി, അത്രയും കേട്ടാ മതി. ഇനി ബാലമാമ പോയിക്കോ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. എങ്കിൽ പിന്നെ ഞാൻ പോയി ആ പോറ്റി ഹോട്ടലിൽ നിന്ന് ദ്രൗപദി അമ്മയ്ക്ക് ഒരു ഊണ് വാങ്ങിച്ചിട്ട് വരാം. ശരി. അയ്യോ, ആ തയ്യൽക്കാരി സുനിതയോട് ഇങ്ങോട്ട് വരാൻ വിളിച്ചു പറയാൻ വയ്യായിരുന്നു. അത്രയും മേലനങ്ങാതെ നോക്കാലോ. കഷ്ടം. പഴയ കൂട്ടുകാരനെ അമ്മയൊക്കെ കണ്ടപ്പോ ഇങ്ങൾക്ക് കുറച്ച് ഇളക്കം കൂടിയിട്ടുണ്ട്. അതിനുള്ള പണി നമുക്ക് ഇന്ന് കൊടുക്കാമേ. രമേശ, ഇങ്ങോട്ട് വന്നേ. എന്താ അപ്പച്ചി? എടാ, അതെ, ആ ചാരു ഇന്ന് വിരുന്നുകാർക്ക് ഭക്ഷണം കൊടുക്കാൻ അടുക്കള കിടന്ന് കുത്തിമറിയ. അവൾക്കിട്ട് എന്തെങ്കിലും ഒരു പണി കൊടുക്കണമല്ലോ. നിന്റെ കയ്യിൽ വല്ല ഐഡിയ ഉണ്ടോ? എല്ലാവരുടെയും മുന്നിലേ അച്ഛനും അച്ഛന്റെ പുന്നാര മരുമോളും നാണം കിടണം. ഒരു ഐഡിയ പറ രമേശേട്ടാ. അവരെ നാണം കെടുത്താനാണെങ്കിൽ പണി ഭക്ഷണത്തിൽ തന്നെ കൊടുക്കണം. നമുക്ക് വെയിറ്റ് ചെയ്യാം. ആദ്യം ചാരു എല്ലാം ഉണ്ടാക്കി കഴിയട്ടെ.